ഉദയനാണ് താരം എന്ന ചിത്രത്തിലെ ഈ സീനിൽ പെട്ടെന്ന് നോക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കില്ലെങ്കിലും സെൽഫ് റെസ്പെക്ട് നമുക്ക് എത്രത്തോളം ആവശ്യമാണെന്ന് പച്ചാളം ഭാസി നമുക്കിതിൽ കാണിച്ചു തരുന്നുണ്ട്. തേന്മാവിൻ കൊമ്പത്ത് എന്ന ചിത്രത്തിൽ മോഹൻലാലിൻ്റെ മാണിക്യൻ ശോഭനയുടെ കാർത്തുമ്പിയോട് പോരുന്നോ എൻ്റെ കൂടെ എന്ന് ചോദിച്ചപ്പോൾ ആ വാചകത്തിൻ്റെ രചയിതാവായ പ്രിയദർശൻ പോലും വിചാരിച്ചിട്ടുണ്ടാകില്ല ഭാവിയിൽ ഒരുപാട് ചിത്രങ്ങളിൽ ആ വാചകം ആവർത്തിക്കപ്പെടാൻ പോവുകയാണെന്ന്. സാറ് ഒറ്റയ്ക്കാണോ അതോ കുടുംബമായിട്ടാണോ താമസം? അവിടെ കുറച്ച് കച്ചവടം കിട്ടും. പല സിനിമകളിലും നായികയും നായകനും തമ്മിലുള്ള ഗാനരംഗങ്ങളിൽ അവർ ഒരുതരം പ്രത്യേക രീതിയിലുള്ള ഭാവപ്രകടനങ്ങൾ നടത്തുന്നത് ആവർത്തിച്ച് കാണാറുണ്ട്. മലയാള സിനിമയിൽ ഏതെങ്കിലും ഒരു കോമഡി രംഗം വിജയിച്ചു കഴിഞ്ഞാൽ അതേപോലുള്ള കോമഡി രംഗങ്ങൾ പല സിനിമകളിലും പിന്നീട് ആവർത്തിച്ച് വരാറുണ്ട്. അത്തരത്തിലുള്ള ഒരു രംഗമാണ് കതക് ചവിട്ടി തുറക്കാൻ വരുന്നതും തുടർന്നുള്ള കോമഡിയും. ആവർത്തന വിരസത വരാൻ സാധ്യത ഉണ്ടെങ്കിലും പല സംവിധായകരും തങ്ങളുടെ സംവിധാന മികവ് കൊണ്ട് അത് മറികടക്കാറുണ്ട്. ദൃശ്യം 3-ൽ ജോർജ് കുട്ടിയെ കൊടുക്കാൻ സേതുരാമയ്യർ CBI വരും എന്നുള്ള പ്രചരണം സംവിധായകൻ ജിത്തു ജോസഫ് താൻ മറ്റൊരാളുടെ കഥാപാത്രത്തെ ഒരിക്കലും എടുക്കില്ല എന്ന് പറഞ്ഞതോടെ പൊളിഞ്ഞു. എന്നാൽ പിന്നെ ജിത്തു ജോസഫിൻ്റെ തന്നെ മെമ്മറീസിലെ SP സാം അലക്സും കൂമനിലെ CPO ഗിരിശങ്കറും കൂടി വരട്ടെ എന്നാണ് അങ്ങാടിപ്പാട്ട്. സ്ത്രീകളുടെ പേരുള്ള പുരുഷന്മാർ എന്ന ഒരൊറ്റ ത്രെഡിലൂടെ മലയാള സിനിമകളിലുണ്ടായ കോമഡി രംഗങ്ങൾ അനവധിയാണ്. Sorry.